കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ഗ്രഹങ്ങളുടെ നില നല്ലതല്ല. നേരത്തെ തന്നെ അഷ്ടമത്തിൽ രാഹു, 9ാം ഭാവത്തിൽ അതായത് ഭാഗ്യസ്ഥാനത്ത് ശനി, ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമായ വ്യാഴം 12-ൽ ഒക്കെ നിൽക്കുന്നു. അപ്പോൾ മാത്രമല്ല കേതു ഇവർക്ക് സഞ്ചരിക്കുന്നത് 2-ലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പാപഗ്രഹങ്ങൾ സന്നിഹിതരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊല്ലവർഷം അവർ ശ്രദ്ധിക്കണം. രാഹു നിൽക്കുന്നത് വശക്കേടായിട്ടാണ്. എന്നാൽ ചന്ദ്രൻ, ഇവരുടെ കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ കൃത്യമായി സൂര്യൻ സംക്രമിക്കുന്ന ആ സമയത്ത്, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി പുലർച്ചെ 1:53 സൂര്യൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് സംക്രമിക്കുന്നത്. അപ്പോഴുള്ള ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണ്. അതിൻ്റെ അധിപൻ ശുക്രനാണ്. അവിടെ ഉച്ചസ്ഥനായി ചന്ദ്രൻ നിൽക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് ചന്ദ്രനുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ചന്ദ്രൻ ഉച്ചസ്ഥനായി 11-ൽ നിൽക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല വരുമാനം ഇവർക്ക് വരും. എന്നാൽ അത് നീണ്ടു നിൽക്കില്ല, വീണ്ടും നഷ്ടപ്പെടും, പിന്നെയും വരും. ചന്ദ്രൻ 15 ദിവസം കൊണ്ട് പൂർണ്ണനാവുകയും അടുത്ത 15 ദിവസം കൊണ്ട് അപൂർണനാവുകയും ചെയ്യുന്ന അസ്ഥിരതയുടെ രാജാവാണ്. ഇൻസ്റ്റബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ 11ാം ഭാവത്തിൽ നിന്നാൽ എല്ലാ നേട്ടങ്ങളും കുറച്ചുണ്ടാവും, കുറച്ചു പോകും, കുറച്ചുണ്ടാവും, കുറച്ചു പോകും. ഈ ഒരു അസ്ഥിരത വരും. അത് കർക്കിടക രാശിക്കാരെ, അതായത് പുണർദം അവസാനത്തേക്കാൾ പൂയം ആയില്യം നക്ഷത്രക്കാരെ സ്വാധീനിക്കാം. എന്നാൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അവസരങ്ങളിലൂടെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ കൊല്ലവർഷം കടന്നു പോകാൻ സാധിക്കും. ഒന്ന്, നല്ല സൗഹാർദ്ദങ്ങൾ ഉണ്ടാവുക. വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായവർക്ക് അല്ലെങ്കിൽ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവർക്ക് വളരെ സ്മൂത്തായ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പൂർവ്വ ബന്ധത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് വളരെ നന്നായി മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥയോ ഉണ്ടാകും. അതുമല്ലെങ്കിൽ പുതിയ സൗഹാർദ്ദങ്ങളും പുതിയ പ്രണയബന്ധങ്ങളും പുതിയ വിവാഹബന്ധങ്ങളും ഉണ്ടാവും. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര കൃത്യമായി നടക്കുകയും പോകാൻ സാധിക്കുകയും ചെയ്യും. എല്ലാവിധത്തിലുള്ള ഉപഹാരങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവരുടെ ജീവിതത്തിൽ വളരെ ഡ്രൈ ആയി നിന്നിരുന്ന നിമിഷങ്ങളൊക്കെ മാറി കുറച്ചുകൂടി നിലാവ് വീഴുന്ന ഒരു സുഖം ഇവർക്കുണ്ടാകും. മനസ്സിന് സമാധാനമുണ്ടാകും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നൊരു വർഷമാകാം ഈ ഒരു വർഷം. അതും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട വ്യക്തികളോടുകൂടി. അതുകൊണ്ട് തന്നെ മനസ്സന്തോഷം ഈ ഒരു വർഷം ഇവർക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ നേട്ടവും ബാക്കി വിജയങ്ങളുമൊക്കെ വന്നും പോയും ഇരിക്കുമെങ്കിലും ബുദ്ധിമാന്മാർക്കും പ്രായോഗികക്ഷമതയുള്ളവർക്കും അതിൽ കുറച്ചെങ്കിലും സംഭരിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം ഇവർ ശ്രദ്ധിക്കേണ്ടത് കുംഭം രാശിയിൽ ചൊവ്വ എത്തുന്ന സമയമാണ്. അതായത് 2026 ഫെബ്രുവരി അവസാന വാരം തൊട്ട് 2026 ഏപ്രിൽ മാസം ആദ്യ വാരം വരെ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ചൂടുള്ള, അതായത് ഇൻറ്റേർണലി ബോഡി ഹീറ്റായി നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചില ഓപ്പറേഷൻസിന് വിധേയനാകേണ്ടി വന്നേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രസവ സംബന്ധമായ ദോഷമുള്ളവർക്കോ ഗർഭാശയ സംബന്ധമായ ദോഷമുള്ള സ്ത്രീകളോ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് ഈ സമയം ചില ശസ്ത്രക്രിയകൾ വേണ്ടി വന്നേക്കാം. ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ് ഈ ഭാഗത്ത് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പുരുഷന്മാർക്കായാലും ഇൻറ്റേർണൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ജലം വാർന്നു പോകുന്ന ഒരു രാശിയാണ് കുംഭം രാശി. അതുകൊണ്ട് തന്നെ അവിടെ പോയി ചൊവ്വ നിൽക്കുമ്പോൾ വേണ്ടത്ര ജലം ശരീരത്തിൽ ഇല്ലാതെ വരികയും, ഓർക്കുക ആ കാലഘട്ടം ഉഷ്ണകാലഘട്ടം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ശരീരത്തിൻ്റെ ജലം ചോർന്നു പോവുകയും ഫലമായി ഉണ്ടാകുന്ന ഇൻറ്റേർണൽ ഇൻഫെക്ഷൻസിനുമൊക്കെ സാധ്യതയുള്ള പീരീഡാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ പറയുന്ന മാസം. അതായത് ഫെബ്രുവരി അവസാന വാരം തൊട്ട് ഏപ്രിൽ ആദ്യ വാരം വരെ. 2026 കാര്യമാണ് പറഞ്ഞത്. ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ, കൊല്ലവർഷം ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ 25 ഓഗസ്റ്റ് മുതൽ 26 ഓഗസ്റ്റ് വരെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു കാലഘട്ടം അതിനകത്ത് ഉൾപ്പെടുന്നത്. ഇതാണ് കർക്കിടകക്കൂറുകാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികമായി ദോഷമുണ്ടാവില്ല, നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപകട സാധ്യതകളും വയറ് സംബന്ധമായോ യൂട്രസ് സംബന്ധമായോ ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയുണ്ടാകാനും സാധ്യതയുണ്ട് ഇവർക്ക്. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇവർക്ക് ഇപ്പോൾ വിദേശത്ത് പോകാനോ വിദേശവുമായി ബന്ധപ്പെട്ട ജോലി ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാനോ ഓൺലൈനിൽ ധാരാളം ബിസിനസ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അതിൽ നിന്നൊക്കെ പണം വരും. അതായത് കൃത്യമായി പറഞ്ഞാൽ ഭൗതികമായ അടയാളങ്ങൾ ഇല്ലാതെ തന്നെ ഇവർക്ക് പണം വരും. ഭൗതികമായ അടയാളം എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് എടുത്ത് അവിടെ ജോലി ചെയ്യുക, ആളുകൾ കാണുക, രാവിലെ പോവുക, ഉച്ചയ്ക്ക് വരിക, ഭക്ഷണശേഷം പോവുക, വീണ്ടും വൈകിട്ട് വരിക. അതാണല്ലോ ജോലിയുടെ ഒരു ഭൗതിക അടയാളം. അതില്ലാതെ ചിലപ്പോൾ സാധാരണ വേഷത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ധനാഗമ മാർഗം വർദ്ധിപ്പിക്കാനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട് ഇവർക്ക്.
അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് കർക്കിടകക്കൂറുകാരോട് പറയാനുള്ളത്. ബന്ധങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട. ബന്ധങ്ങൾക്ക് ഒന്നുകിൽ പുതുജീവൻ ഉണ്ടാകും, അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ വരും.